ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുമ്പളങ്ങയും കൊണ്ട് ഒരു മോരുകറി ഉണ്ടാക്കിയല്ലോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ആദ്യം നമുക്ക് കുക്കറിലോട്ട് ഇതുപോലെ കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി കഴുകിയെടുത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് നടുവോടെ കീറിയത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒരു വിസിൽ വെക്കാം. ഇതിന് വേണ്ട ഒരു അരപ്പുണ്ടാക്കാം. തേങ്ങ ചിരകിയതിനു ശേഷം അതിലേക്ക് 4 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുമ്പളങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. ഒന്ന് ചൂടായത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അടിപൊളി കുമ്പളങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.